മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുത്ത വിഷയമാണ് പി കെ ഫിറോസിന് ഇപ്പോൾ വലിയ തലവേദന. പി കെ ഫിറോസ് പറയുന്നത് അത് LDF സർക്കാരാണ് ഏറ്റെടുത്തത്. കണ്ടൽക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്, അവിടെ കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭൂമിയാണ് ഏറ്റെടുത്തത്. ആ ഭൂമി ഏറ്റെടുത്തത് LDF ഘടകകക്ഷികളുടെ നേതാക്കളുടെ ബിനാമികളുടെ പേരിലാണ്. ആ പണം വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തി അതിന് ഉദ്ദേശിച്ച വിലയല്ല അതിന് നൽകിയത്, അതിൽ കോടികളുടെ അഴിമതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളുമാണ് പി കെ ഫിറോസ് ഉന്നയിച്ചത്. ഇന്നലെ കൃത്യമായി KT ജലീൽ അതിന് മറുപടി പറയുന്നുണ്ട്. ഭൂമി കണ്ടെത്തിയതും വില നിശ്ചയിച്ചതും ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും UDFന്റെ ഭരണകാലത്താണ് എന്ന രേഖകൾ പുറത്തുവിട്ടുകൊണ്ടാണ് KT ജലീൽ പി കെ ഫിറോസിന്റെ വായടപ്പിച്ചത്. KT സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നുണ്ട്. സ്വാലിഹ, ഗുഡ് മോർണിംഗ്. യെസ്, വലിയ രീതിയിലുള്ള തുറന്ന പോരിലേക്ക് പി കെ ഫിറോസും KT ജലീലും എത്തി നിൽക്കുമ്പോൾ ആര് പറയുന്നതാണ് വസ്തുത, ആര് പറയുന്നതാണ് കൂടുതൽ ആധികാരികത എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ബിനിഷ, തീർച്ചയായും ജലീൽ ഉയർത്തിയ ആരോപണങ്ങളിൽ പി കെ ഫിറോസിന്റെ വരുമാന സ്രോതസ്സുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ഇതുവരെ പി കെ ഫിറോസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എവിടെ നിന്നാണ് ഇത്രയധികം കമ്പനികളിൽ നിക്ഷേപം നടത്താനുള്ള വരുമാനം അദ്ദേഹത്തിനുണ്ടായത്, പണം എവിടെ നിന്ന് ലഭിച്ചു എന്നത് സംബന്ധിച്ച ഒരു വിശദീകരണവും നൽകിയിരുന്നില്ല. ഇതിനിടെയാണ് പി കെ ഫിറോസ് മറ്റൊരാരോപണവുമായി ഇന്നലെ രംഗത്തെത്തുന്നത്. അത് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുപ്പിൽ KT ജലീൽ ഇടപെട്ടു എന്നാണ്. എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ ഈ സംഭവങ്ങളെല്ലാം നടന്ന് പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് മന്ത്രിയാവുന്നത് തന്നെ. 2016 ഫെബ്രുവരി 17 മലപ്പുറം കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നിലവിൽ ഏറ്റെടുത്ത ഈ ഭൂമി, അഴിമതി ആരോപിക്കുന്ന ഈ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമുണ്ടാവുന്നത്. ആ യോഗത്തിലാണ് സർക്കാർ പ്രതിനിധി ഈ ഭൂവുടമകളുമായി കരാറിൽ ഒപ്പുവെക്കുന്നത്. കലക്ടറുടെ സാന്നിധ്യത്തിലാണ്. അന്ന് 1,20,000 രൂപ സെന്റിന് നൽകി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അന്നാവട്ടെ UDF സർക്കാരാണ് അധികാരത്തിലുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് PK അബ്ദുൾ റബ്ബാണ്. അതോടൊപ്പം തന്നെ തിരൂർ MLA ആയിരുന്നത് C മമ്മൂട്ടിയാണ്. മുസ്ലിം ലീഗ് നേതാവായിരുന്ന C മമ്മൂട്ടിയാണ്. ഇവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിന്റെ രേഖകൾ സഹിതമാണ് KT ജലീൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിലെത്തിയത്. സ്വാഭാവികമായും ഈ വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടെ മുസ്ലിം ലീഗ് വലിയ പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ്. ഇടത് സർക്കാർ എത്തിയതിനു ശേഷം അതിൽ ഉപയോഗശൂന്യമായ കണ്ടൽക്കാടുകളൊക്കെ വരുന്ന ഭാഗം ഒഴിവാക്കിയാണ് ഭൂമി ഏറ്റെടുത്തത്. അതോടൊപ്പം തന്നെ 10,000 രൂപ സെന്റിന് കുറയ്ക്കുകയും ചെയ്തു. ഈ വില അധികമാണെന്ന് കണ്ട് 10,000 രൂപ കുറയ്ക്കുകയും ചെയ്താണ് LDF ഈ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പി കെ ഫിറോസ് നടത്തിയ ഇതുമായി മുന്നോട്ട് വെച്ച് മറ്റ് രേഖകളൊന്നും ഹാജരാക്കാൻ ഫിറോസിന് സാധിച്ചിരുന്നില്ല. ഈ ഭൂമിയിൽ നിർമ്മാണം വൈകുന്നു എന്നത്, നിർമ്മാണ പ്രവർത്തനം നടക്കാത്തത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണത്തിന് തടസ്സം അവിടെ ഇല്ല. തറക്കല്ലിടൽ കഴിഞ്ഞിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ തുടങ്ങാനാവും. മലയാള സർവകലാശാല ഇതേ സ്ഥലത്ത് തന്നെ സ്ഥാപിക്കാൻ കഴിയും എന്ന് തന്നെയാണ് KT ജലീൽ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഏതായാലും മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെട്ട അവർ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു അഴിമതി ആരോപണം KT ജലീലിനെതിരെ ഉപയോഗിക്കുകയാണ് ഇന്നലെ പി കെ ഫിറോസ് ചെയ്തത്. സ്വാഭാവികമായും മുസ്ലിം ലീഗ് നേതാക്കൾക്കെല്ലാം വലിയ അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്. കാരണം PK അബ്ദുൾ റബ്ബിനെ പോലെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന, ഇപ്പോൾ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന അദ്ദേഹത്തെ പോലുള്ളവരെ, C മമ്മൂട്ടിയെ പോലുള്ളവരെ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നു. പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് വെറുതെയാണ്. ഇത്തരത്തിലുള്ള അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്നതാണ് മുസ്ലിം ലീഗിൽ പൊതുവായി ഉയർന്നു വരുന്നത്. വിനിഷ.